ഓൾ കേരള അക്വാകൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ. നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള അക്വാകൾച്ചർ പ്രൊമോട്ടേഴ്സ് യൂണിയൻ CATUവിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സെക്രട്ടേറിയറ്റ് ധർണ. അവരുടെ മാസശമ്പളം ഒരു ദിവസം വൈകുന്നില്ല എങ്കിൽ പോലും അവർക്ക് ന്യായമായി ലഭിക്കുന്ന മറ്റിതര ആനുകൂല്യങ്ങൾ ഒരു നിലയ്ക്കും വൈകുന്നില്ല. ആ സാഹചര്യത്തിൽ പോലും ഉപലോലുപതയുടെ അവകാശ സംരക്ഷണത്തിന്റെയൊക്കെ പുതുമയിൽ അഭിനന്ദിക്കുന്ന ഇവർ ഈ മതിൽക്കെട്ടിനിപ്പുറത്ത് 5 മാസമായി വേതനമില്ലാതെ യാതന അനുഭവിക്കുന്ന, പട്ടിണി അനുഭവിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ നിലവിളികൾ കൃത്യമായി ശ്രമിക്കുന്നില്ല. അതിന്റെ ഭാഗമായി നമ്മൾ ഉയർത്തുന്ന ഈ വിഷയത്തെ കുറിച്ച് കൃത്യമായി ബോധവാന്മാരാകുന്നില്ല. ആ നിലയിൽ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഈ സമരം വലിയൊരു സമരമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് 70-75 സഖാക്കളാണെങ്കിൽ, സമരഭടന്മാരാണെങ്കിൽ വരും ദിവസങ്ങളിൽ അത് 150-150 വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഇത് നമ്മുടെ അതിജീവന സമരമാണ്. അവകാശങ്ങൾ നേടിയെടുക്കുന്നവർ മരണം വരെയും സമരം ചെയ്യേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് മുഴുവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും അതുപോലെ മത്സ്യ കർഷകർമാരേണ്ടതുകൊണ്ട് നമുക്കറിയാം. മത്സ്യകൃഷിയുമായി ബന്ധപ്പെടുന്ന ആമുഖമായി ഞാൻ പറഞ്ഞു, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ന്യായമായിട്ടുള്ള തുച്ഛമായിട്ടുള്ള മത്സ്യകൃഷികൾ പറഞ്ഞുകൊണ്ട് ഇവിടെ വെള്ളനിലയ്ക്കുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചു. ബയോഫ്ലോക്ക്, RIS പോലുള്ള പദ്ധതികൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഒരു പഠനവുമില്ലാതെ ഒരു വലിയ പ്രാധാന്യം ശാസ്ത്രീയ മത്സ്യകൃഷിയുടെ ഭാഗമായി വലിയ ആവലാതികൾ അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ വർഷത്തിൽ കൃത്യമായി അവർക്ക് കൊടുക്കേണ്ട തുച്ഛമായ സബ്സിഡി പോലും കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഈ മത്സ്യകൃഷി മേഖലയാകെ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മത്സ്യകർഷകർക്ക് വേണ്ടി കൂടി സമരം നയിക്കുന്ന ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്നിവിടെ ആരംഭം കുറിക്കുന്ന ഈ അനിശ്ചിതകാല സമരം വലിയ വിജയമാക്കി തീർക്കാൻ വേണ്ടി മുഴുവൻ അക്വാകൾച്ചർ പ്രൊമോട്ടർമാരും അക്വാകൾച്ചർ കോർഡിനേറ്റർമാരും കർഷകരും വരും ദിവസങ്ങളിൽ വലിയൊരു സമരമായി ഇവിടെ അണിചേരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് മുഴുവൻ വിപ്ലവ അഭിവാദനങ്ങൾ നേരിടും.